ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FRK ടെക് PSC. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ 12ാമത്തെ സെഷനാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 12ാമത്തെ സെഷനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വിച്ച് വെൽഡിംഗ് മെഷീൻ ഇസ് ബേസിക്കലി എ ട്രാൻസ്ഫോമർ സെറ്റ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന വെൽഡിംഗ് മെഷീനിൽ ഏതാണ് ഒരു ട്രാൻസ്ഫോമർ സെറ്റ് എന്ന് പറയുന്നത്? എഞ്ചിൻ ജനറേറ്റർ, ഇൻവേർട്ടർ, മോട്ടോർ ജനറേറ്റർ, റെക്ടിഫയർ സെറ്റ്. അതിൻ്റെ ഉത്തരം വരുന്നത് റെക്ടിഫയർ സെറ്റാണ്. കാരണം റെക്ടിഫയർ സെറ്റിൻ്റെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോമർ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്ഫോമർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത്, ദ ഇലക്ട്രോലൈറ്റ് വാട്ടർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ആർക്ക് ബ്ലോ, ആർക്ക് വോൾട്ടേജ്, പൊളാരിറ്റി, ഔട്ട്പുട്ട് ആംപിയറേജ്. ഇപ്പോൾ വെൽഡിങ്ങിൽ വരുന്ന ഇലക്ട്രോലൈറ്റ് വാട്ടർ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പൊളാരിറ്റി അളക്കാനാണ്. ഓക്കെ, പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാനാണ്. സ്ട്രേറ്റ് പൊളാരിറ്റി, റിവേഴ്സ് പൊളാരിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് വാട്ടർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ വെൽഡിംഗ് ഇസ് ഹൈ വോൾട്ടേജ്, ഹൈ ആംപിയർ, ലോ വോൾട്ടേജ്, ലോ ആംപിയർ, ഹൈ വോൾട്ടേജ്, ലോ ആംപിയർ, ലോ വോൾട്ടേജ്, ഹൈ ആംപിയർ. നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ വെൽഡിങ്ങിൽ പറയുമ്പം ലോ വോൾട്ടേജും ഹൈ ആംപിയറിലാണ് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കറണ്ട് വരുന്നതൊക്കെ. ഓക്കെ, ലോ വോൾട്ടേജ്, ഹൈ ആംപിയർ, ആ ഹൈ ആംപിയറിലാണ് നമുക്ക് ആ ഒരു വെൽഡിങ് അത് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കെമിക്കൽ പൗഡർ ഓർ പേസ്റ്റ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് ഫോർ ഡിസോൾവിംഗ് ഓക്സിഡൈസ് സ്ലാഗ്, ഫ്ലക്സ്, അലൂമിനിയം പൗഡർ, അയൺ ഓക്സൈഡ്. ഓക്കെ, കെമിക്കൽ പൗഡർ ഓർ പേസ്റ്റ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് ഫോർ ഡിസോൾവിംഗ് ഓക്സൈഡ്സ്. ഓക്കെ, ഓക്സൈഡ്സിന് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന പൗഡർ അല്ലെങ്കിൽ പേസ്റ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലക്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. ഫ്ലക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്സൈഡ്സിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലക്സിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? കൊറോഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദി ആർക്ക് ആൻഡ് മോൾട്ടൺ മെറ്റൽ ഡീവിയേറ്റ് ഫ്രം ദിയർ റെഗുലർ പാത്ത് ഡ്യൂ ടു മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഇറ്റ് ഈസ് കോൾഡ് ആർക്ക് ലെങ്ത്, ബ്ലോ ഹോൾ, ആർക്ക് ക്രേറ്റർ, ആർക്ക് ബ്ലോ. എന്താണ് മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ്? ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരേ ഉള്ളൂ, അത് ആർക്ക് ബ്ലോ ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഡിസ്റ്റർബൻസിനെ കൊണ്ട് അതിൻ്റെ ആ ആർക്ക് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന ഒരു ഫിനോമിന, അതാണ് ആർക്ക് ബ്ലോ. അടുത്തത്, വിച്ച് ഇസ് ടു വെയർ ഫോർ സേഫ്റ്റി വൈൽ ഹാൻഡ്ലിംഗ് തിൻ ഷീറ്റ്സ്? ടോങ്സ്, ക്ലാംപ്സ്, ഹാൻഡ് ഗ്ലോവ്സ്, ഹാൻഡ് സ്ക്രീൻ. തിൻ ഷീറ്റ്സ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സേഫ്റ്റി ഉപകരണമാണ് എന്ത്? ഹാൻഡ് ഗ്ലോവ്സ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ തിൻ ഷീറ്റ്സ് എന്ന് പറയുമ്പം അതിൻ്റെ എഡ്ജ് ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ബെയർ ഹാൻഡ്സ് കൊണ്ട് അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹാൻഡ് ഗ്ലോവ്സ് ആണ്. ഇപ്പോൾ ടോങ്സ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? വളരെ ചൂട് കൂടിയ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ടോങ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സേഫ്റ്റി ഡിവൈസസിന് ഓരോരോ അർത്ഥങ്ങളുണ്ട്. അടുത്തത്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ ഫ്യൂഷൻ വെൽഡിംഗ്, നോൺ ഫ്യൂഷൻ വെൽഡിംഗ്, പ്രഷർ വെൽഡിംഗ്, ബ്രേസ് വെൽഡിംഗ്. ഇപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ എന്തിനാണ്? പ്രഷർ വെൽഡിംഗ് ആണ് അല്ലേ. പ്രഷർ വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു പ്രഷർ കൊടുക്കും അല്ലേ, ഒരു ലോഡ് കൊടുത്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്ന രീതി, അതാണ് പ്രഷർ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് കൊടുക്കും. കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മെറ്റൽ മെൽറ്റാകും. പിന്നെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ വെൽഡിങ് നടക്കുന്നത്. അതാണ് റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ഒരു മെറ്റലിൻ്റെ റെസിസ്റ്റൻസിനെ കൊണ്ട് മെൽറ്റായി പോകുന്ന ഒരു കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ എന്താക്കും? പ്രഷർ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് റെസിസ്റ്റൻസ് വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏതിൻ്റെ കടിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾക്കൊന്ന് അറിയണം. ഓക്കെ, വെൽഡിങ് വിത്ത് പ്രഷർ കണ്ടോ? വെൽഡിങ് വിത്ത് പ്രഷറിലാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങും പ്രഷർ വെൽഡിങ്ങും തെർമിറ്റ് വെൽഡിങ്ങും. തെർമിറ്റിൽ പ്രഷർ വെൽഡിങ്. ഓക്കെ,
അതിനുള്ളിലുള്ള ഓരോരോ വെൽഡിങ്ങുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെൽഡിങ് വിത്തൗട്ട് പ്രഷറും കൂടെ നമ്മൾ നോക്കി വെക്കുക. ഇതാണ് വെൽഡിങ് വിത്തൗട്ട് പ്രഷർ, ഫ്യൂഷൻ വെൽഡിങ്. ഓക്കെ, ബ്രേസിങ്, അതുപോലെ ഗ്യാസ് വെൽഡിങ്, ആർക്ക് വെൽഡിങ്. ഇവിടെ ഒന്നും നമ്മൾ പ്രഷർ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ 2 ബേസ് മെറ്റൽസ് നമ്മൾ അടുപ്പിച്ച് വെക്കുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ ആർക്ക് കൊടുത്തിട്ട് വെൽഡ് ചെയ്യുന്നു. അതുമാതിരി ഗ്യാസ് വെൽഡിങ് ആണെങ്കിൽ ഓക്സി അസിറ്റിലിങ് ഗ്യാസ് യൂസ് ചെയ്തിട്ട് ബേൺ ചെയ്തിട്ട് മെറ്റലിനെ ഉരുക്കിയിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന ഈ ആർക്ക് വെൽഡിങ്ങിലാണ് ഈ ഷീൽഡ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്, ഷീൽഡ് ആർക്ക് വെൽഡിങ്, ഓക്കെ, ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്, TIG, MIG, മിഗ് വെൽഡിങ്, മാഗ് വെൽഡിങ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ, പ്രഷർ വെൽഡിങ്ങിൻ്റെയും അതുപോലെ ഫ്യൂഷൻ വെൽഡിങ്ങിൻ്റെയും ഏതൊക്കെ ടൈപ്പ് വെൽഡിങ്ങുകൾ അതിനുള്ളിൽ വരുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ അടുത്തൊരു നോട്ട്ബുക്ക് ഒന്ന് വെച്ചിട്ട് അതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റെസിസ്റ്റൻസ് വെൽഡിംഗ് മെത്തേഡ്സ് വൈഡ്ലി യൂസ്ഡ് ഫോർ അറ്റാച്ചിങ് ഫാസ്റ്റ്നേഴ്സ് ടു സ്ട്രക്ചറൽ മെമ്പേഴ്സ്? സ്ട്രക്ചറൽ മെമ്പേഴ്സിലേക്ക് ഫാസ്റ്റ്നേഴ്സ്, ഓക്കെ, ഇപ്പോൾ ബോൾട്ട് പോലത്തെ സംഗതികളൊക്കെ നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മളിതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? പ്രൊജക്ഷൻ വെൽഡിങ് ആണ്. ഒരു ഷീറ്റിൻ്റെ ഓരോരോ ഭാഗം പ്രൊജക്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്തിട്ട് അപ്പോൾ ആ ഭാഗമാണ് അടുത്ത ഷീറ്റായിട്ട് വെൽഡായി പോകുന്നത്. പിന്നെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പ്രൊജക്ഷൻ വെൽഡിങ്ങിൻ്റെ ആ ഒരു ഫിഗറൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഉൾപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോരോ ഇൻ്റർവെൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ആ ഷീറ്റിൻ്റെ ഓരോ ഭാഗം പ്രൊജക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രൊജക്റ്റ് ചെയ്ത ഭാഗമാണ് മെൽറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ 2 ഷീറ്റ്സും ഒരേ ഒരു പാരലൽ ലൈൻസ് ആയിട്ട് മാറും. ഓക്കെ, ഒന്ന് നോക്കുക കേട്ടോ, മുന്നത്തെ വീഡിയോസിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ഷൻ വെൽഡിങ് കാണാം. അടുത്തത്, ദി അഡ്വാൻറ്റേജസ് ഓഫ് റെസിസ്റ്റൻസ് വെൽഡിങ് ഈസ്. റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ജോയിനിങ് ഷീറ്റ് മെറ്റൽ, നോ ഡിസ്റ്റോർഷൻ, നോ നീഡ് ഓഫ് എഡ്ജ് പ്രിപ്പറേഷൻ, ഓൾ ഓഫ് ദീസ്. റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിങ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണിത്. നമുക്ക് ഷീറ്റ് മെറ്റൽ വെൽഡ് ചെയ്യാൻ കഴിയും. നമ്മൾ സാധാരണ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ഷീറ്റ് മെറ്റൽ വെൽഡ് ചെയ്താൽ എന്താ സംഭവിക്കുക, അത് ഓട്ടയിൽ പോകും അല്ലേ, ഹോള് വന്നു പോകും. കാരണം വളരെ ഹൈ കറണ്ട് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ ഹോള് വന്ന് പോവാണ് ചെയ്യുക ഷീറ്റ് മെറ്റലിൽ. അതുപോലെ ഡിസ്റ്റോർഷൻ സംഭവിക്കില്ല. റെസിസ്റ്റൻസ് വെൽഡിങ് ആണെങ്കിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കില്ല, അതായത് ഷീറ്റ് വളഞ്ഞു പോകില്ല. ആർക്ക് വെൽഡിങ്ങിലും ഗ്യാസ് വെൽഡിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്നൊരു ഫിനോമിനയാണ് ഈ ഡിസ്റ്റോർഷൻ. ഭയങ്കര ഹീറ്റ് കൊണ്ട് ഈ പാരൻ്റ് മെറ്റൽ കുറച്ച് വളഞ്ഞു പോകും. അത്രയും കുറച്ച് തിക്നെസ് കുറവായിട്ടുള്ള പ്ലേറ്റിലാണ് അത് കാണുന്നത്. ഓക്കെ, അതൊന്നും റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഇല്ല. അതുപോലെ എഡ്ജ് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ. ഓക്കെ, കാരണം നമ്മൾ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് എഡ്ജ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ ഭാഗം മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് എഡ്ജിൻ്റെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ABC ആ 3 ഓപ്ഷൻസും റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അടുത്തത്, ദ പേർപ്പസ് ഓഫ് അനീലിംഗ്. ഓക്കെ, നമ്മളിതിൻ്റെ മുന്നേ ഈ മെറ്റലർജിൻ്റെ ഒരു ഭാഗം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ്, എന്താണ് കൊഞ്ചിങ്, കേസ് ഹാർഡനിങ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ അനീലിംഗ് കൃത്യമായി നമ്മൾ എഴുതി വെച്ചിരുന്നു. അത് അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. റെഡ്യൂസ് ഡക്റ്റിലിറ്റി, ഇൻക്രീസ് ഷോക്ക് റെസിസ്റ്റൻസ്, ആഡ് കട്ടിങ് എബിലിറ്റി, ടു ഒബ്റ്റെയിൻ സോഫ്റ്റ്നെസ്. അപ്പോൾ ഏതാ വരിക, അനീലിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതായത് ഡക്റ്റിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഡക്റ്റിലിറ്റിയാണ്, അതല്ല ഇൻക്രീസിങ് ഡക്റ്റിലിറ്റിയാണ് അനീലിങ്ങിനെ കൊണ്ട്. ഓക്കെ, അനീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡക്റ്റിലിറ്റി കൂടും, അതായത് സോഫ്റ്റ് ആവും. മെറ്റൽ സോഫ്റ്റ് ആകുമ്പോൾ ഡക്റ്റിലിറ്റി കൂടുകയാണ് ചെയ്യുക. ഓക്കെ, നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പറയാനുള്ളത്. ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ ഹാർഡൻ ആവാൻ വേണ്ടിയിട്ട്, അതായത് ബ്രിട്ടിൽനെസ് കൂടാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ്നെസ് പോകും, ഹാർഡനിങ് ആണെങ്കിൽ സോഫ്റ്റ്നെസ് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റിന് ഓരോരോ ടാർഗറ്റ്സ് ഉണ്ട്. അത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോട്ട് ചെയ്യുക, ഇനി മുന്നോട്ടേക്കുള്ള വീഡിയോസും കൂടെ വാച്ച് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.